ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് മുസ്ലിം സ്ത്രീയുടെ ഹിജാബ് എന്താണ് എന്നാണ്. മുസ്ലിം സ്ത്രീയുടെ ഹിജാബ് എന്ന് പറയുമ്പോൾ അതിൽ അവളുടെ വസ്ത്രം വരുന്നുണ്ട്. തല മുതൽ കാല് വരെ അവൾ ഏതൊക്കെ ഭാഗം മറച്ചിരിക്കണം, അത് അവളുടെ ഹിജാബാണ്. അവൾ ഏത് രീതിയിലാണ് സംസാരിക്കേണ്ടത്, അത് അവളുടെ ഹിജാബാണ്. അവൾ ആരോടൊക്കെയാണ് സംസാരിക്കേണ്ടത്, എങ്ങനെയാണ് ഇടപെടേണ്ടത്, അത് അവളുടെ ഹിജാബാണ്. ഹിജാബ് ധരിക്കുക എന്നുള്ളത് അത്ര നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല. നമ്മൾ നമസ്കരിക്കുന്നുണ്ട്, നോമ്പെടുക്കുന്നുണ്ട്. എൻ്റെ ആരാധനാ കർമ്മങ്ങളും എൻ്റെ ദീനിൻ്റെ ഞാൻ എത്രത്തോളം ദീന് ഫോളോ ചെയ്തിട്ടാണ് ജീവിക്കുന്നത് എന്നുള്ളതും ഞാനും എൻ്റെ പടച്ച റബ്ബും മാത്രമായിട്ടുള്ള ഒരു കാര്യമല്ലേ. അത് സമൂഹത്തെ മുഴുവൻ ബോധിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. എൻ്റെ മുടിയിൽ 1-2 മുടി മാത്രം പുറത്ത് കാണുന്നത് കൊണ്ട് എൻ്റെ ദീൻ നഷ്ടപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ, അങ്ങനെ പോകുന്ന ദീനാണെങ്കിൽ അതങ്ങോട്ട് പൊക്കോട്ടെ എന്ന് വളരെ ലാഘവത്തോടു കൂടി ആ പെൺകുട്ടി പറയുന്നത് നമുക്ക് കേൾക്കാൻ കഴിയും. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വിഷയത്തിൽ എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ മനസ്സിലിപ്പോൾ പലതരത്തിലുള്ള ചിന്തകളും കടന്നു പോകുന്നുണ്ടാവുമെന്നറിയാം. നമ്മൾ പൊതുവേ കേൾക്കാറുണ്ട്, നമ്മുടെ ദീൻ അല്ലെങ്കിൽ എൻ്റെ വിശ്വാസം, എൻ്റെ ആത്മീയത എന്ന് പറയുന്നത് ഞാനും എൻ്റെ റബ്ബും തമ്മിൽ മാത്രമുള്ളതാണ്. അതൊരിക്കലും ഞാൻ മറ്റൊരാളെ ബോധ്യപ്പെടുത്തേണ്ടതില്ല. എൻ്റെ ഹൃദയങ്ങളിലേക്ക് മാത്രമല്ലേ അള്ളാഹു നോക്കുന്നുള്ളൂ. അള്ളാഹു എൻ്റെ ഹൃദയങ്ങളിലേക്ക് മാത്രമാണല്ലോ നോക്കുന്നത്, അള്ളാഹു സൗന്ദര്യത്തിലേക്ക് നോക്കുന്നില്ല എന്ന് പറഞ്ഞു വെക്കുന്നതാണ് പലപ്പോഴും പല പെൺകുട്ടികളും ഇതിന് എക്സ്ക്യൂസായിട്ട് പറയാറുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒന്നാമതായി അള്ളാഹു ഹൃദയങ്ങളിലേക്ക് മാത്രമാണ് നോക്കുന്നത് എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? അതിനർത്ഥം നമ്മൾ കേവലം നമസ്കരിക്കുകയും നോമ്പെടുക്കുകയും നിർബന്ധമാക്കപ്പെട്ടിട്ടുള്ള ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കുകയും മാത്രം ചെയ്തതുകൊണ്ട് എൻ്റെ ദീൻ പൂർത്തിയാകുന്നുണ്ടോ? ഞാൻ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഒരു മുസ്ലിം പെൺകുട്ടി എന്നുള്ള നിലയിൽ ഞാൻ വീട് വിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള വസ്ത്രമര്യാദകൾ ഞാൻ പാലിക്കേണ്ടതുണ്ടോ? അതത്ര നിർബന്ധമുള്ള കാര്യമാണോ? എൻ്റെ വസ്ത്രത്തിലേക്ക് എൻ്റെ റബ്ബ് നോക്കുമോ? എൻ്റെ വസ്ത്രധാരണം ഏത് രീതിയിലാണ് എന്നുള്ളതിനെക്കുറിച്ച് എൻ്റെ റബ്ബ് എന്നോട് നാളെ ചോദ്യം ചെയ്യുമോ? നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, 5 വക്ത് നമസ്കരിക്കുന്ന മുസ്ലിങ്ങളാണ് നമ്മൾ. റമളാൻ മാസം വന്നാൽ നോമ്പെടുക്കുന്നവരാണ് നമ്മൾ. നമസ്കരിക്കുകയും നോമ്പെടുക്കുകയും ചെയ്യണം എന്ന് നമ്മളോട് ആജ്ഞാപിച്ചിട്ടുള്ളത്, നമ്മളോട് കൽപ്പിച്ചിട്ടുള്ളത് എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സർവ്വലോക രക്ഷിതാവായ അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് എന്ന് കൃത്യമായ ബോധ്യമുള്ള നമ്മൾ ഇതേ വിഷയത്തിൽ നമ്മൾ എത്ര ഗൗരവത്തോടെ കാണുന്നോ അതുപോലെ തന്നെ ഗൗരവത്തിൽ എടുക്കേണ്ട ഒരു വിഷയമാണ് നമ്മുടെ വസ്ത്രധാരണം എന്ന് പറയുന്നത്. ഇനി ഹിജാബ് അല്ലെങ്കിൽ വസ്ത്രം എന്ന് പറയുന്ന സമയത്ത് നമുക്ക് പലർക്കുമുള്ള സംശയമാണ്, എന്താണ് ഹിജാബ്? നമ്മൾ ധരിച്ചിരിക്കുന്ന മുകളിലുള്ള ഈ ഒരു തട്ടത്തെയാണോ, ഈ ശിരോവസ്ത്രത്തെയാണോ ഹിജാബ് എന്ന് പറയുന്നത്? നമുക്ക് നോക്കാം, എന്താണ് ഹിജാബ്? ഹിജാബ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് മറ എന്നാണ്, അല്ലേ? മറ എന്ന് പറഞ്ഞാൽ അത് നമ്മളുടെ എല്ലാ മേഖലയിലും, ജീവിതത്തിലെ എല്ലാ മേഖലയിലും ആ മറ നമുക്ക് ഉണ്ടായിരിക്കണം. നമ്മളുടെ പേഴ്സണൽ ലൈഫാണോ, അവിടെ വേണം. നമ്മളുടെ പ്രൊഫഷണൽ ലൈഫിൽ വേണോ, അവിടെയും വേണം. നമ്മുടെ ആത്മീയമായ ജീവിതത്തിൽ വേണോ, അവിടെയും വേണം. നമ്മുടെ കുടുംബ ജീവിതത്തിലും സാമൂഹികമായി നമ്മൾ ഇടപെടുന്ന ഓരോ മേഖലകളിലും ഈ ഹിജാബ് പാലിച്ചുകൊണ്ടായിരിക്കണം ഒരു മുസ്ലിം സ്ത്രീയും മുസ്ലിം പുരുഷനും ഇടപെടേണ്ടത്. ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് മുസ്ലിം സ്ത്രീയുടെ ഹിജാബ് എന്താണ് എന്നാണ്. മുസ്ലിം സ്ത്രീയുടെ ഹിജാബ് എന്ന് പറയുമ്പോൾ അതിൽ അവളുടെ വസ്ത്രം വരുന്നുണ്ട്. തല മുതൽ കാല് വരെ അവൾ ഏതൊക്കെ ഭാഗം മറച്ചിരിക്കണം, അത് അവളുടെ ഹിജാബാണ്. അവൾ ഏത് രീതിയിലാണ് സംസാരിക്കേണ്ടത്, അത് അവളുടെ ഹിജാബാണ്. അവൾ ആരോടൊക്കെയാണ് സംസാരിക്കേണ്ടത്, എങ്ങനെയാണ് ഇടപെടേണ്ടത്, അത് അവളുടെ ഹിജാബാണ്. ഇങ്ങനെ നമ്മൾ ജീവിതത്തിൽ ഏതെല്ലാം മേഖലകളിൽ ഇടപെടുന്നോ ആ മേഖലകളിലേക്കൊക്കെ നമ്മൾ നിർവഹിക്കേണ്ട, പൂർത്തീകരിക്കേണ്ട ഒരു കാര്യമാണ് ഹിജാബ് എന്ന് പറയുന്നത്. ഇനി ഹിജാബ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, പലപ്പോഴും പല സാംസ്കാരികമായിട്ട് പല ആളുകൾക്കും പലതരത്തിലുള്ള വസ്ത്രധാരണം നമ്മൾ കാണാറുണ്ട്. അതുപോലെ ഒരു കാര്യമാണോ ഇസ്ലാമിലെ വസ്ത്രധാരണം? ഇത് ഏതെങ്കിലും ഒരു കൾച്ചറിന് വേണ്ടി പ്രത്യേകം പടച്ചറബ് ഡിസൈൻ ചെയ്ത് വിട്ടിട്ടുള്ളതാണോ? അല്ല. മുസ്ലിമായിട്ടുള്ള ഷഹാദത്ത് കലിമ ചൊല്ലി അള്ളാഹുവാണ് ആരാധനക്കർഹൻ എന്ന് വിശ്വസിക്കുന്ന നമ്മൾ ഓരോരുത്തരും പാലിച്ചിരിക്കേണ്ട കാര്യമാണ് ഹിജാബ്. അത് അള്ളാഹുവിൽ നിന്നുള്ള കൽപ്പനയാണ്.
ശ്രദ്ധിക്കേണ്ട കാര്യം അള്ളാഹുവിൽ നിന്നുള്ള കൽപ്പനയാണ്, ഓപ്ഷൻസ് ഇല്ല. അവിടെ വേണ്ട എന്ന് വെക്കാനുള്ളൊരു ഓപ്ഷൻ ഇല്ല. നമസ്കരിക്കാൻ പാടില്ല എന്നുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് കഴിയുമ്പോൾ മാത്രം നമസ്കരിച്ചാൽ മതി എന്നുണ്ടോ? ഇല്ല. നമസ്കാരത്തെ അള്ളാഹു നിർബന്ധപൂർവമായിട്ടുള്ള ഒരു ആരാധനയായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അത്രയും ഗൗരവത്തിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ഹിജാബ് എന്ന് പറയുന്നത്. ഇനി ഹിജാബിനെ കുറിച്ച് പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ അടുത്ത് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ ചില കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കുകയാണ്. സൂറത്തു നൂറിലെ 31-ാമത്തെ വചനത്തിലൂടെ അള്ളാഹു പറയുന്നുണ്ട്, സത്യവിശ്വാസിനികളായ സ്ത്രീകളോടാണ് നിങ്ങൾ നിങ്ങളുടെ ദൃഷ്ടികളെ താഴ്ത്തുക. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇതിന് തൊട്ട് മുമ്പുള്ള ആയത്ത് സൂറത്തു നൂറിലെ 30-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നത് സത്യവിശ്വാസികളായ പുരുഷന്മാരോട് അവരുടെ കണ്ണുകൾ താഴ്ത്താനാണ്. അതിനുശേഷമാണ് അള്ളാഹു സത്യവിശ്വാസിനികളായ സ്ത്രീകളെ എടുത്തു പറഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ ദൃഷ്ടി താഴ്ത്തണം എന്ന് പറയുന്നത്. അതിനുശേഷം അള്ളാഹു പറയുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ ഗുഹ്യാവയവങ്ങളെ കാത്തു സൂക്ഷിക്കുക, നിങ്ങൾ ചാരിത്രമുള്ള ഒരു സ്ത്രീ ആയിരിക്കണം. നിങ്ങളെ വിവാഹം കഴിക്കാൻ പോകുന്ന പുരുഷന് മാത്രമാണ് നിങ്ങളുടെ സൗന്ദര്യത്തെ ആസ്വദിക്കാനുള്ള അവകാശമുള്ളൂ. അതുവരെ നിങ്ങളുടെ സൗന്ദര്യത്തെ സംരക്ഷിക്കുക എന്നുള്ളത് നിങ്ങളുടെ ബാധ്യതയാണ്. ഇത് ഇതേപോലെ പുരുഷന്മാരോടും പറയുന്നുണ്ട്, സ്ത്രീകളുടെ വിഷയം മാത്രമാണ് എടുത്തു പറയുന്നത്. മറ്റൊരു കാര്യം, നിങ്ങളുടെ ഭംഗിയിൽ നിന്ന് വെളിപ്പെട്ടത് ഒഴികെ, പ്രത്യക്ഷമായത് ഒഴികെ മറ്റൊന്നും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, പുറത്ത് കാണിക്കാൻ പാടില്ല. എന്താണ് ഈ പ്രത്യക്ഷമായ ഭംഗി? നമ്മളുടെ മുഖവും മുൻകൈയും ഒഴികെയുള്ള ബാക്കി ഭാഗങ്ങൾ പൂർണ്ണമായും മറച്ചിരിക്കണം. മുഖവും മുൻകൈയും ഒഴികെയുള്ള എല്ലാ ഭാഗങ്ങളും പൂർണ്ണമായും മറക്കുക എന്നുള്ളതാണ് പ്രത്യക്ഷമായ ഭംഗി കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. വലാ യുബ്ദീന സീനതഹുന്ന ഇല്ലാ മാ ളഹറ മിൻഹാ, നിങ്ങളിൽ നിന്ന് പ്രത്യക്ഷമാക്കപ്പെട്ടിട്ടുള്ള ഭംഗിയിൽ പ്രത്യക്ഷമാക്കപ്പെട്ടത് ഒഴികെ ബാക്കി എല്ലാ ഭാഗവും മറച്ചിരിക്കണമെന്ന് പറയുന്നു. അടുത്തത് മക്കനകൾ, നിങ്ങളുടെ ശിരോവസ്ത്രം നിങ്ങൾ എന്ത് ചെയ്യണം, മാറിടത്തിലേക്ക് താഴ്ത്തിയിടണം. പലപ്പോഴും നമ്മൾ മടിക്കുന്ന ഒരു കാര്യമാണല്ലേ. നമ്മൾ നല്ല ഇസ്ലാമികമായ രീതിയിലുള്ള പരിപാടികൾക്ക് പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇതൊക്കെ പാലിക്കാൻ വേണ്ടി ശ്രമിക്കും. മുഖമക്കന മാറിടത്തിലേക്ക് താഴ്ന്നിട്ടുണ്ടാവും. എന്നാൽ ക്യാമ്പസുകളിൽ എന്തെങ്കിലും പ്രോഗ്രാമാണോ, സുഹൃത്തുക്കളുടെ വിവാഹമാണോ, നമ്മളുടെ മുഖമക്കന മാറിടത്തിൽ നിന്നിങ്ങനെ പതിയെ പതിയെ കയറി അത് മുകളിലേക്ക് എത്തിയിട്ടുണ്ടാവും. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളെ ഇവിടെ നിന്ന് നിരീക്ഷിക്കുന്ന റബ്ബ്, നമ്മൾ ഏത് വിവാഹ ചടങ്ങിൽ പോയാലും അവിടെയും ആ റബ്ബുണ്ട്. നമ്മൾ അള്ളാഹു കാണാതെ നമുക്ക് ഒരു കാര്യവും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് അല്ല പറഞ്ഞിട്ടുള്ള കൽപ്പന എന്നുള്ളത് ജീവിതത്തിലെ ഓരോ സെക്കൻഡുകളിലും പാലിക്കേണ്ടതാണ്. അതിൽ യാതൊരു വിട്ടുവീഴ്ചയും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവരുത്. മറ്റൊരു കാര്യം സൂചിപ്പിക്കുന്നത്, കാലിൽ കൊലുസുകൾ അണിഞ്ഞ്, ശബ്ദമുള്ള കൊലുസുകൾ അണിഞ്ഞ് നടന്ന് നിങ്ങൾ എന്ത് ചെയ്യരുത്, കാലിട്ടടിക്കുകയും ചെയ്യരുത്. അതെന്ത് ചെയ്യും, പുരുഷന്മാരുടെ ശ്രദ്ധ നിങ്ങളിലേക്ക് ആകർഷിക്കുമെന്നാണ് പറയുന്നത്. ഇനി സൂറ അഹ്സാബിലെ 59-ാമത്തെ വചനത്തിലൂടെ അള്ളാഹു പറയുന്നുണ്ട്, നിങ്ങളുടെ മൂടുപടങ്ങൾ നിങ്ങൾ താഴ്ത്തിയിടുക എന്നുള്ളത്. നമ്മൾ പലവട്ടം കേട്ടാലും നമുക്ക് എന്തോ ഒരു മടിയാണല്ലേ അത് ചെയ്യാനായിട്ട്. നമ്മളെ മാറിടത്തിലേക്ക് വസ്ത്രം താഴ്ത്തിയിടുക, നമ്മൾ ധരിച്ചിട്ടുള്ള ഈ ഷോള് ഇത് മാറിടത്തിലേക്ക് താഴ്ത്തിയിടുക എന്ന് പറയുമ്പോൾ നമുക്ക് വല്ലാത്ത ഒരു മോശം പോലെയാണ്. നമ്മൾ എവിടെ പോകുന്ന സമയത്തും നമ്മളെ സുഹൃത്തുക്കളൊക്കെ എന്ത് ചെയ്യുന്നുണ്ടാവും, നല്ല രീതിയിലുള്ള മോഡേൺ ആയിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കുമ്പോൾ നമുക്ക് ഇതുപോലെ ഇസ്ലാം പറഞ്ഞ രീതിയിലുള്ള വസ്ത്രം ധരിക്കുന്ന സമയത്ത് അവരുടെ ഇടയിൽ നമുക്കൊരു കുറച്ചിലാണ്. നീ വലിയ പ്രായമായ പോലെ, വലിയ അമ്മായി ആയ പോലെയൊക്കെ നമ്മൾ എന്ത് ചെയ്യും, കളിയാക്കും. അപ്പം നമുക്ക് എന്ത് തോന്നും, വേണ്ടായിരുന്നു, ഞാൻ എന്തിനാണ് ഇങ്ങനെ ധരിക്കേണ്ടായിരുന്നു, അപ്പോൾ അവരൊക്കെ എന്നെ കളിയാക്കുന്നുണ്ടല്ലോ എന്ന്. മറ്റേതെങ്കിലും കാര്യത്തിൽ നമ്മൾ ഈ കാര്യം നോക്കുന്നുണ്ടോ? നമസ്കരിക്കുന്നത് കണ്ട് നമ്മൾ ഏതെങ്കിലും ഒരു സുഹൃത്ത് കളിയാക്കിയാൽ നിങ്ങൾ പറയോ, എന്നാൽ അവൻ എന്നെ കളിയാക്കി അല്ലെങ്കിൽ അവൾ എന്നെ കളിയാക്കി, ഇനി ഞാൻ നിസ്കരിക്കുന്നില്ല എന്ന തീരുമാനമെടുക്കുമോ? ഇല്ലല്ലേ. അതുപോലെ തന്നെയാണ് ഹിജാബ് ധരിക്കണം, ഈ ഹിമാർ ധരിക്കണം എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ആ ഹിമാറിനെ മാറിടത്തിലേക്ക് താഴ്ത്തിയിടണമെന്നും അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അതിനനുസരിക്കുക എന്നുള്ളത് സത്യവിശ്വാസിനി എന്നുള്ള നിലയിൽ നമ്മളിൽ ബാധ്യസ്ഥരാണ്. നമ്മൾ അത് ചെയ്യാൻ നമ്മൾ ഉത്തരവാദികൾ, നമ്മളത് ചെയ്തിരിക്കണം. അതിനുള്ള ഉത്തരവാദിത്തം നമുക്കുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇനി അതേ ആയത്തിൽ തന്നെ അള്ളാഹു സൂചിപ്പിക്കുന്ന മറ്റൊരു കാര്യമാണ്, എന്തിനാ നിങ്ങൾ ഹിജാബ് ഇടുന്നത്? വെറുതെയാണോ നിങ്ങൾ ഈ ഹിമാർ ഇടുന്നത്? വെറുതെയാണോ നിങ്ങൾ ഈ ജിൽബാബ് ധരിച്ചിട്ടുള്ളത്? എന്തിനാണത് ചെയ്യുന്നത്? നിങ്ങൾ തിരിച്ചറിയാൻ വേണ്ടിയാണ്. നിങ്ങൾക്കൊരു ഐഡൻറ്റിറ്റി ഉണ്ട്.
നിങ്ങൾ മുസ്ലിം ആയിട്ടുള്ള ഒരു സ്ത്രീയാണ് എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളും തിരിച്ചറിയണം. അവരുദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു തെറ്റിലേക്കും എന്നെ കിട്ടില്ല, ഞാനൊരു മുസ്ലിമായ സ്ത്രീയാണ്, ഞാൻ എൻ്റെ അള്ളാഹുവിൻ്റെ അടിമയാണ് എന്നുള്ളൊരു പ്രഖ്യാപനം കൂടിയാണ് നമ്മൾ ധരിച്ചിട്ടുള്ള ഈ ഒരു വസ്ത്രത്തിലൂടെ നമ്മൾ സമൂഹത്തിന് കൊടുക്കുന്നുള്ളത്. അതുപോലെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പലപ്പോഴും പല സെലിബ്രിറ്റീസും പറയാറുണ്ട്, അവർ പുറത്തു പോകുന്ന സമയത്ത് ഇതുപോലെ പർദ്ദയോ തട്ടോ ഒക്കെ ധരിച്ചിട്ടാണ് പോകുന്നത്. കാരണം അവർക്ക് അത് ധരിക്കുമ്പോൾ നല്ല സേഫ്റ്റി ഫീൽ ചെയ്യുന്നുണ്ട്, അവർ പ്രൊട്ടക്റ്റഡ് ആയ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യാറുണ്ട്, പർദ്ദ ധരിക്കാറുണ്ട് എന്ന് പറയുന്നുണ്ട്. എന്നാൽ നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മളുടെ സുരക്ഷയ്ക്ക് വേണ്ടി പടച്ച റബ്ബ് ഖുർആനിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ട് പോലും നമ്മളോടത് ചെയ്യണമെന്ന്, നിങ്ങളത് നിർവഹിക്കണമെന്ന് ആജ്ഞാപിച്ചിട്ട് പോലും അത് ചെയ്യാൻ നമുക്കെന്തില്ല, നമുക്കതിന് മനസ്സ് വരുന്നില്ല. അപ്പോൾ നമ്മളുടെ ഈമാൻ എവിടെയാണ് നിൽക്കുന്നത്? നമ്മൾ അള്ളാഹു പറഞ്ഞ രീതിയിലുള്ള വസ്ത്രം ധരിക്കാൻ നമുക്ക് തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ, നമ്മൾ ഈമാനിൽ എന്തെങ്കിലും കുറവ് വന്നിട്ടുണ്ടോ? അതിനെ കൂട്ടണമെങ്കിൽ ഏത് സാഹചര്യത്തിൽ എവിടേക്ക് പുറത്തു പോകുമ്പോഴും ഇതേ വസ്ത്രമേ ഞാൻ ധരിക്കൂ എന്നുള്ള നിലപാടെടുക്കണമെങ്കിൽ നമ്മൾ ഇനിയും എത്ര വളരണം എന്നുള്ളത് നമ്മളുടെ ആലോചനയിൽ ഉണ്ടാവണം. ഇനി നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നുണ്ട് അല്ലേ, ഒരുപാട് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനെ കാണാറുണ്ട്. ഈ ഇൻഫ്ലുവൻസേഴ്സൊക്കെ പലതരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചിട്ടാണ് നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത്. ആ സമയത്ത് നമുക്കൊരു സംശയം ഉണ്ടാവും, ഇതിലേതാണ് ഞാൻ ചെയ്യേണ്ടത്? ചില ആളുകൾ മോഡസ്റ്റ് വെയർ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പല രീതിയിലുള്ള ഡ്രസ്സിങ്ങും കാണിക്കുന്നത്. അതൊക്കെ മോഡസ്റ്റ് ആണോ? ഇസ്ലാം പറയുന്ന പോലെ തന്നെയാണോ ആ ഡ്രസ്സിങ് ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അതിൽ ആദ്യത്തെ ഒരു ഉദാഹരണം കാണിക്കുകയാണ്. ഈ പിക്ചർ കാണുമ്പോൾ നിങ്ങളത് എഴുതിയിട്ടുള്ളത് വായിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും ഓൾറെഡി അല്ലേ? ഓക്കെ, ഈ പിക്ചറിൽ എന്തൊക്കെയാണ് ഈ ഡ്രസ്സിങ്ങിൽ പ്രശ്നമുള്ളത്? ഇങ്ങനെ ഒരു വസ്ത്രം ധരിച്ച് ഒരു പെൺകുട്ടിക്ക് പുറത്തു പോകാൻ പറ്റുമോ? എന്തൊക്കെയാണ് ആ കുട്ടി ധരിച്ച വസ്ത്രത്തിലുള്ള പ്രശ്നം? ഒന്നാമത്തെ കാര്യം, ആ കുട്ടിയുടെ ഭംഗി എന്താണെന്ന് വെളിവാകുന്നുണ്ട് അല്ലേ? ആ കുട്ടിയുടെ ശരീര വടിവുകൾ കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. രണ്ടാമത്, ഹിമാർ എന്ത് ചെയ്തിട്ടില്ല? മാറിടത്തിലേക്ക് താഴ്ത്തിയിട്ടിട്ടില്ല. ആ കുട്ടി ധരിച്ചിട്ടുള്ള ഹിമാർ മാറിടത്തിലേക്ക് താഴ്ത്തിയിട്ടിട്ടില്ല. മൂന്നാമത്, നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ്, ഖുർആൻ പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ അള്ളാഹു പറഞ്ഞിട്ടുള്ളത് പുരുഷന്മാരോട് നെര്യാണിക്ക് മുകളിൽ വസ്ത്രം ധരിക്കണമെന്നാണ്. എന്നാൽ പലപ്പോഴും നമ്മൾ പെൺകുട്ടികളാണ് അത് ഏറ്റെടുത്ത് ചെയ്യാറുള്ളത് അല്ലേ? നെര്യാണിക്ക് മുകളിലാണ് നമ്മൾ ധരിക്കുന്ന പാൻറ് എപ്പോഴും ഉണ്ടാവുക. എന്നിട്ട് നമ്മളൊന്ന് ഇരുന്ന് കഴിഞ്ഞാൽ അത് വീണ്ടും പൊങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ നെര്യാണിക്ക് മുകളിലേക്ക് വസ്ത്രം ധരിക്കണം എന്ന് അള്ളാഹ് പറഞ്ഞിട്ടുള്ളത് പുരുഷന്മാരോടാണ്. അവരത് ചെയ്യട്ടെ, നമ്മളോട് പറഞ്ഞിട്ടില്ല. നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ആ പാൻറ്റിനെ നെര്യാണിക്ക് താഴേക്കാക്കണം. മൂന്നാമത്തെ ഒരു പ്രശ്നം എന്താണ് ഇതിൽ? ഇമിറ്റേറ്റിംഗ് മെൻ, പുരുഷന്മാരെ അനുകരിക്കുന്ന രീതിയിലുള്ള വസ്ത്രമാണല്ലേ ഇത്. നമ്മുടെ നാട്ടിലേക്ക് പുരുഷന്മാരല്ലേ ഷർട്ടും പാൻറ്റും ഇട്ട് നടക്കുന്നത്. അപ്പോൾ അവരെ അനുകരിക്കുന്ന തരത്തിലുള്ള വസ്ത്രമാണ് ഇത് എന്നുള്ളത് കൊണ്ട് ഈ വസ്ത്രം എന്തല്ല? അനുവദനീയമല്ല. എന്തല്ല? അനുവദനീയമല്ല. ഇങ്ങനെ ഒരു ഡ്രസ്സ് ധരിച്ച് മുസ്ലിമായ ഒരു പെൺകുട്ടിക്ക് പുറത്തിറങ്ങാൻ പാടില്ല. ഇനി രണ്ടാമത് നോക്കൂ, ഇതും നമ്മളിപ്പോൾ കണ്ടുവരുന്ന ഒരു ട്രെൻഡിങ് സ്റ്റൈലാണ്, ഹിജാബ് സ്റ്റൈലാണ് അല്ലേ? ട്രെൻഡിങ് ആയിട്ട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റൈലാണ്. ഒരു വശം ഇങ്ങനെ താഴത്തെത്തിണ്ടാവും, മറ്റേ വശം ഒന്നെങ്കിൽ ബാക്കിലായിരിക്കും, അല്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് അങ്ങോട്ട് എത്തുന്നുണ്ടാവില്ല. അങ്ങനെയുള്ള ഒരു ഹിജാബ് സ്റ്റൈൽ, അതായത് ഹിമാർ സ്റ്റൈലുണ്ട്. രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഹീൽസ് ധരിക്കുക എന്നുള്ളത്. ഹീൽസ് ധരിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഹീൽസ് ധരിക്കുന്നത് കൊണ്ട് ഒരുപാട് ശാരീരികമായ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ളതിന് ഒരുപാട് സ്റ്റഡീസ് ഉണ്ട്. ഞാൻ അതല്ല പറയുന്നത്. ഹീൽസ് ധരിക്കുക എന്നുള്ളത് കൊണ്ടുള്ള പ്രശ്നം എന്താണ്? നമ്മൾ നടക്കുന്ന സമയത്ത് ഒരു തരത്തിലും നമ്മൾ ശ്രദ്ധിക്കാൻ സാധ്യതയില്ലാത്ത ഒരു പുരുഷൻ ഈ ഹീൽസിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ നമ്മളെ തിരിഞ്ഞു നോക്കും, ഇതാരാണ്? കൗതുകം തോന്നും, അയാൾ നമ്മളുടെ ഭംഗിയെ ആസ്വദിക്കും. അതുകൊണ്ടാണ് അത്രയും മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും അള്ളാഹു സ്ത്രീയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളത് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്താണ്? ആ ഡ്രസ്സിങ്ങിൽ ആ പെൺകുട്ടിയുടെ കാലുകൾ വ്യക്തമായിട്ട് കാണുന്നുണ്ട് അല്ലേ? കാലിൻ്റെ ഷേപ്പ് കാണുന്നുണ്ട്. ആ ടോപ്പിൻ്റെ ഇറക്കം കുറച്ച് കുറവാണ്. അപ്പോൾ നമുക്കൊക്കെ ഉള്ളൊരു സംശയമാണ്, ഒരു ബാഗി പാൻസും ഷർട്ടും ഇട്ടെന്ന് വിചാരിച്ച് കുഴപ്പമുണ്ടോ? അല്ലെങ്കിൽ ബാഗി പാൻസും ഷോർട്ട് ടോപ്പും ഇട്ടാൽ കുഴപ്പമുണ്ടോ? എന്നിട്ടൊരു തലയിലൊരു തട്ടം ചുറ്റിയാൽ പോരെ? അപ്പോൾ ആ സംശയത്തിനുള്ള ഒരു മറുപടി പോലെ പറയാണ്, അങ്ങനെ ചെയ്താൽ പറ്റൂല. ഓക്കെ, നെക്സ്റ്റ്, ഇത് നമ്മൾ എപ്പോഴും കല്യാണം കഴിയുന്ന പെൺകുട്ടികൾ വിവാഹവേളകളിൽ ഉപയോഗിക്കുന്ന ഒരു സ്റ്റൈലാണിത് അല്ലേ? അതുപോലെ ബ്രൈഡ്സ് മെയ്ഡ്സും ബ്രൈഡായിട്ടുള്ള ആളുകളൊക്കെ ഈ ഒരു സ്റ്റൈൽ ഓഫ് ഹിജാബാണ് യൂസ് ചെയ്യുന്നുള്ളത്.
എങ്ങനെയാണ് അതങ്ങോട്ട് മാറിടത്തിലേക്ക് താഴൂല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത്രയും ചെറിയ പീസേ അവരെ കയ്യിൽ ഉണ്ടാവുള്ളൂ. ഇനി ഫുൾ സ്ലീവ് അല്ല ആ കുട്ടി ധരിച്ചിട്ടുള്ള ഡ്രസ്സ്, മുഖവും മുൻകൈയും ഒഴികെയുള്ള ബാക്കി മുഴുവൻ ഭാഗങ്ങളും മറക്കണം എന്ന് പറയുമ്പോൾ അവിടെ നമ്മളുടെ മുഖവും മുൻകൈ വരണം, മുൻകൈ മറച്ചിരിക്കണം. ഇനി ഇതാണ് തോന്നുന്നു ഇപ്പം ഏറ്റവും കൂടുതൽ എല്ലാവരും ട്രിപ്പൊക്കെ പോയി കഴിഞ്ഞാൽ നാട്ടിൽ നിന്നൊക്കെ ഭയങ്കര ചുരിദാറും പർദ്ദയൊക്കെ ഇട്ട് നടക്കുന്ന ആൾക്കാരായിരിക്കും. നാട് വിട്ട് ഏതോ നാട്ടിൽ അറിയാത്ത ആളുകളാണ് ഉള്ളതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ഡ്രസ്സിൻ്റെ ഇറക്കം ഇങ്ങനെ കുറയും, ഷോൾ ഇങ്ങനെ തലേന്ന് ഇങ്ങനെ കയറി കയറി പോകും അല്ലേ. അതുപോലെയുള്ളൊരു ഡ്രസ്സിങ് ആണല്ലേ ഇത്. ഇതെന്ത് ചെയ്യുന്നുണ്ട്? പുരുഷന്മാരെ അനുകരിക്കുന്നുണ്ട്. അതുപോലെ ഈ ടോപ്പ് നല്ല ചെറുതാണ്. മൂന്നാമത്തത് എന്താണ്? ആ പെൺകുട്ടിയുടെ ഷേപ്പ് കാണുന്നുണ്ട് അല്ലേ. ഇനി അടുത്തൊരു വിഷയം, ബോഡി കോൺസ്. എല്ലാവർക്കും അറിയുന്ന ഒരു ഡ്രസ്സായിരിക്കും ബോഡി കോൺ. ഒബ്വിയസ്ലി നമുക്ക് ഇത്രയും നേരം ഇതൊക്കെ കേട്ടതുകൊണ്ട് നമുക്ക് ഷുവറാണ് അത് ഇടാൻ പാടില്ല, അത് ധരിക്കാൻ പാടില്ല എന്നുള്ളത്. രണ്ടാമത്, നമ്മൾ പലപ്പോഴും കരിയർ മേഖലകളിൽ ഉന്നതികൾ എത്തുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഒരു എക്സിക്യൂട്ടീവ് ലുക്കിന് വേണ്ടിയിട്ട് ഇതുപോലെ കോട്ടും സ്യൂട്ടും ഒക്കെ ഇട്ടിട്ട് നമ്മുടെ ഓഫീസിൽ പോകേണ്ടി വരും എന്ന് കരുതുക. നമ്മൾ ജോയിൻ ചെയ്തിട്ടുള്ള കമ്പനിയിൽ ഇങ്ങനെ ഒരു റിക്രൂട്ട്മെൻറ്റിൻ്റെ സമയത്ത് നിങ്ങൾ ഇതുപോലൊരു കോട്ടും സ്യൂട്ടും ഇടണം, ഇങ്ങനെയാണ് ഞങ്ങളുടെ ഒരു യൂണിഫോം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ അത്രയും കാലം കഷ്ടപ്പെട്ട് പഠിച്ച് ഒരു ജോലി വാങ്ങി, എന്നിട്ട് ആ ജോലിയിൽ ഈ ഒരു കാര്യം പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ ആ ജോലി ഉപേക്ഷിക്കണോ? ഈ ഒരൊറ്റ കാര്യം പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ ആ ജോലി ഉപേക്ഷിക്കണോ? വേണം, ആ ജോലി ഉപേക്ഷിക്കണം. കാരണം എന്താണ്? ഇതെൻ്റെ റബ്ബിൻ്റെ നിയമനിർദ്ദേശങ്ങൾക്ക് എതിരായിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ്. ഈ വസ്ത്രധാരണം ശരിയല്ല, ഇത് ഇസ്ലാമികമല്ല. അതുകൊണ്ട് ഇസ്ലാമികമല്ലാത്ത വസ്ത്രധാരണത്തിന് നിർബന്ധിക്കുന്ന ഏത് മേഖലയിലും പ്രവർത്തിക്കുക, ജോലി ചെയ്യുക എന്നുള്ളത് അത് പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും എന്താണ്? അനുവദനീയമല്ല. അതുകൊണ്ട് ഒരു ജോലിക്കൊക്കെ ശ്രമിക്കുന്ന സമയത്ത് ഈ കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി എന്താണ് ശരിയായ ഡ്രസ്സിങ്? എങ്ങനെയായിരിക്കണം നമ്മളുടെ വസ്ത്രം ഉണ്ടായിരിക്കേണ്ടത്? മുഖവും മുൻകൈയും ഒഴികെയുള്ള ബാക്കി ഭാഗങ്ങൾ പൂർണ്ണമായും മറയുന്ന ലൂസായിട്ടുള്ള ട്രാൻസ്പെറൻ്റ് അല്ലാത്ത, ശ്രദ്ധിക്കണം, ട്രാൻസ്പെറൻ്റ് അല്ലാത്ത അവിടെയും ഇവിടെയൊക്കെ ഓരോ ചെറിയ ഓട്ടകളൊന്നുമുള്ള ഡ്രസ്സുകൾ ഇടാൻ പാടില്ല. അത് നമ്മളുടെ ശരീരത്തിൻ്റെ ഭംഗിയെ പുറത്ത് കാണിക്കുന്നുണ്ടെങ്കിൽ ടൈറ്റായിട്ടുള്ള ഡ്രസ്സ്, ടൈറ്റായിട്ടുള്ള പാൻറ്റോ ടൈറ്റായിട്ടുള്ള ടോപ്പോ ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല? ധരിക്കാൻ പാടില്ല. ഓക്കെ, ഇനി നമ്മളെ തന്നെ ഒന്ന് സ്വയം ഇവാലുവേറ്റ് ചെയ്ത് നോക്കുക. ഇത്രയും നേരം പറഞ്ഞതിൽ നിന്ന് നമ്മൾ ഹിജാബിൻ്റെ കാര്യത്തിൽ, തട്ടമിടുന്ന കാര്യത്തിൽ, ഇസ്ലാമിക വസ്ത്രമര്യാദ പാലിക്കുന്നതിൻ്റെ കാര്യത്തിൽ നമ്മൾ എവിടെയാണ് എത്തി നിൽക്കുന്നത്? ഒന്നാമത്തത് എന്തായാലും ഇവിടെ ആരും ഉണ്ടാവില്ല അല്ലേ. രണ്ടാമത്തത് മുതൽ നമ്മൾ എവിടെയാണ് എത്തി നിൽക്കുന്നത്? ഈ അഞ്ചാമത്തെ ലെവലിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ നമ്മളിനി എത്ര മാറണം? ഒന്ന് സ്വയം വിചിന്തനം ചെയ്തു നോക്കുക. ഓക്കെ, ഇനി ഇപ്പോൾ ഇത്രയും സമയം പറഞ്ഞതെല്ലാം പാടില്ല, അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല എന്നാണ് അല്ലേ. ആ തരത്തിലുള്ള ഡ്രസ്സിങ് പാടില്ല എന്ന് നമ്മൾ പറഞ്ഞു. എന്നാൽ എല്ലായ്പ്പോഴും ഇതേ വസ്ത്രം, അതായത് ഇസ്ലാമിൽ പറയുന്ന പോലെ മുഖവും മുൻകൈയും ഒഴികെയുള്ള ബാക്കി ഭാഗങ്ങൾ മറയുന്ന രീതിയിലുള്ള ഡ്രസ്സിങ് ആയിരിക്കണമോ ഞാൻ എൻ്റെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും ഞാൻ പാലിക്കേണ്ടത്? അല്ല, ഇളവുകളുണ്ട്. എവിടെയൊക്കെയാണ് നമുക്ക് ആ ഇളവുകൾ ഉള്ളത്? ചില മേഖലകളിൽ നമ്മളോട് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ശിരോവസ്ത്രം അണിയേണ്ടതില്ല, മുഖവും മുൻകൈയും മുഴുവനായിട്ടും മറക്കണം എന്നില്ല. അതിന് ചില ഇളവുകൾ പറയുന്നുണ്ട്. ചില ആളുകളുടെ മുമ്പിൽ അത് അനുവദനീയമാണ്. ആരാണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകും ഇൻഷാ അല്ലാഹ്. ഏതായിരുന്നാലും നമ്മൾ ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന സമയത്ത് ഈ പറഞ്ഞതുപോലെ, ഖുർആൻ പറഞ്ഞതുപോലെ, അള്ളാഹു പറഞ്ഞതുപോലെയുള്ള വസ്ത്രധാരണം പാലിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അത്തരത്തിലേക്കുള്ള ഒരു മാറ്റം നമ്മളെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ മാത്രമേ നമ്മൾ യഥാർത്ഥ സത്യവിശ്വാസിനിയാകുന്നുള്ളൂ. അല്ലാതെ കേവലം നമസ്കാരവും നോമ്പും മാത്രമായി കൊണ്ടുപോയാൽ നാളെ അള്ളാഹുവിൻ്റെ അടുത്ത് എത്തുന്ന സമയത്ത് തീർച്ചയായും പടച്ച റബ്ബ് നമ്മളോട് ചോദിക്കും, നിന്റെ വസ്ത്രത്തെക്കുറിച്ച്, നീ നിന്റെ ഭംഗിയെ പുരുഷന്മാർക്ക് മുമ്പിൽ പ്രദർശിപ്പിച്ചതിനെക്കുറിച്ച് നാളെ നിന്റെ റബ്ബ് നിന്നോട് ചോദിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ട് ഞാനും നിങ്ങളും അടങ്ങുന്ന സത്യവിശ്വാസിനികളായിട്ടുള്ള മുസ്ലിം സ്ത്രീകൾ നിർബന്ധമായിട്ടും
ഈ പറഞ്ഞതുപോലെ ഖുർആനിൽ പറഞ്ഞതുപോലെയുള്ള വസ്ത്രധാരണമായിരിക്കണം പാലിക്കേണ്ടത്. ഇൻഷാ അല്ലാഹ് അതിന് നാഥൻ്റെ തൗഫീഖ് ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.